ഡേ 19 ഇന്നത്തെ സംഭവങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് നമുക്ക് ഡേ 18 ഒന്ന് റീക്യാപ്പ് ചെയ്തിട്ട് തുടങ്ങാം. സോ വെൽക്കം ബാക്ക് ടു ഷോ ദാറ്റ് നെവർ എൻഡ്സ്. യു വാച്ചിങ് BBCM ബാംഗ്ലൂർ ബോൺ കൺഫ്യൂസ്ഡ് മല്ലു. ഡേ 18 നമ്മൾ അറിഞ്ഞാൽ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 5 ടൈപ്സ് ഓഫ് കീറ്റോ ഡയറ്റാണ്. ആൻഡ് ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ നെക്സ്റ്റ് 5 ടൈപ്സുമാണ് അറിയാൻ പോകണം. അപ്പം നിങ്ങൾ ആദ്യത്തെ 5 കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടൺ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കയറി ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഒന്നിന്ന് തുടങ്ങാം. ലേസി കീറ്റോ. ഈ ഒരു പർട്ടിക്കുലർ കീറ്റോയിൽ കാലറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. അതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ കാലറീസ് കഴിക്കാം. ആൻഡ് ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാർ കാലറീസ് കൗണ്ട് ചെയ്യാണ്ട് കഴിക്കുകയും ചെയ്യും. ബട്ട് കാർബോഹൈഡ്രേറ്റ്സ് എത്ര കഴിക്കണമെന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യും. അവർ ഉദ്ദേശിക്കുന്നത് വെയിറ്റ് ലോസ് ആണ്. ബട്ട് എന്താ ഇതൊരു ലോങ് ടേമിലോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് വൺ എന്താണെന്ന് വെച്ചാൽ മെഡിറ്ററേനിയൻ കീറ്റോ. ഇതിൽ കൂടുതലും നമ്മൾ ഫിഷാണ് കൺസ്യൂം ചെയ്യുന്നത്. ഇതിൻ്റെ മാക്രോ ന്യൂട്രിയൻ കോമ്പോസിഷൻ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ 75% ഫാറ്റും 20% പ്രോട്ടീനും 5% മാത്രം കാർബോഹൈഡ്രേറ്റ്സും, സെയിം ആസ് സ്റ്റാൻഡേർഡ് കീറ്റോ ഡയറ്റ്. ഓക്കെ, ബട്ട് നമ്മൾ കൺസ്യൂം ചെയ്യണ ഫാറ്റും പ്രോട്ടീനും ഫിഷിൽ നിന്നും പിന്നെ ഒലിവ് ഓയിലിൽ നിന്നായിരിക്കും കൺസ്യൂം ചെയ്യണം. ഈ ഒരു പർട്ടിക്കുലർ ഡയറ്റ് ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ്. ബിക്കോസ് ഈ ഒരു ഡയറ്റിൽ omega-3 ഫാറ്റി ആസിഡ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ബ്ലഡിലുള്ള ക്ലോട്ടും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. തേർഡ് വൺ, കീറ്റോ 2.0. എന്തിനും 2.0 പോലെയൊക്കെ ഉണ്ടാകും കേൾക്കാൻ, ബട്ട് അതല്ല. ഇപ്പം നമ്മൾ ഗ്രാജുവലി ഒരു ജനറൽ കീറ്റോ ചെയ്യണം, സ്റ്റാൻഡേർഡ് കീറ്റോ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മൂവ് ഓണായി നമ്മുടെ വെയിറ്റ് ഒന്ന് സ്റ്റേബിലൈസ് ചെയ്യാനും നമ്മുടെ ആ കീറ്റോ തന്നെ നേരിയതായിട്ട് ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ കണ്ടിന്യൂ ചെയ്തിട്ടും പോകാനുള്ളതാണ് ഈ കീറ്റോ 2.0. എക്സ്ട്രീംലി ഒരു പുതിയ ഒരു മെത്തഡാണെന്ന് തന്നെ പറയാം. ആദ്യത്തെ മാക്രോ ന്യൂട്രിയൻ കോമ്പോസിഷൻ എങ്ങനെയാണ് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ 75% ഫാറ്റും 20% പ്രോട്ടീനും ആൻഡ് 5% മാത്രമാണ് സ്റ്റാൻഡേർഡ് കീറ്റോയിൽ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ. ബട്ട് കീറ്റോ 2.0യിൽ നമ്മൾ 50% ഫാറ്റും 30% പ്രോട്ടീനും ആൻഡ് 20%മാണ് കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ബോഡിയുടെ മെയിൻ്റനൻസിന് വേണ്ടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഫോർത്ത് വൺ, ഡേർട്ടി കീറ്റോ. ഈ ഒരു കീറ്റോയിൽ നമ്മൾ സെയിം ആസ് സ്റ്റാൻഡേർഡ് കീറ്റോയിൽ യൂസ് ചെയ്യണ തന്നെ മാക്രോ ന്യൂട്രിയൻ കോമ്പോസിഷൻ തന്നെയാണ് ഉള്ളത്. ഇതിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ ജങ്ക് ഫ്രൂട്ട്സ്, പ്രോസസ്ഡ് മീറ്റും കാര്യങ്ങളൊക്കെ കഴിക്കും. ഇത് ഹെൽത്ത് വൈസ് ആയിരിക്കും സജസ്റ്റഡ് അല്ല. ആൻഡ് ഫൈനലി ദ ലാസ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ എന്നു വെച്ചാൽ ഓപ്പോസിറ്റ് ടു ഡേർട്ടി കീറ്റോ, ക്ലീൻ കീറ്റോ. ഇതിൽ നമ്മൾ പ്യുവർ ലീൻ മസിൽ മാസിൽ നിന്നായിരിക്കും നമ്മുടെ കോമ്പോസിഷൻ എല്ലാം എടുക്കണം. ഇത് മാക്രോ കോമ്പോസിഷൻസ് സെയിം ആസ് സ്റ്റാൻഡേർഡ് തന്നെയാണ്. പിന്നെ ഇത് ഗ്രാസ് ഫെഡ് ബട്ടറും പാസ്ചറൈസ്ഡ് മീറ്റും കാര്യങ്ങളൊക്കെയാണ് കഴിക്കണം. പിന്നെ ഇന്ത്യയിൽ ഈ സംഭവങ്ങളും ഗ്രാസ് ഫെഡ് ബട്ടറും പാസ്ചറൈസ്ഡ് മീറ്റും കാര്യങ്ങളും ഒന്നും കിട്ടാത്ത കൊണ്ട് തന്നെ ഇത് ഓപ്ഷണൽ അല്ല ചെയ്യുന്നത്. സോ എന്നെ സർപ്രൈസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആസ് ഐ ഓൾവേസ് സേ, സ്റ്റേ ട്യൂൺഡ് ആൻഡ് സീ യു സൂൺ. ബൈ.